വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട കേസിൽ പ്രതി സുരേഷ് കുമാറുമായി ഇന്ന് കോട്ടയത്ത് തെളിവെടുപ്പ് നടത്തും. സംഭവ ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത്. സ്റ്റേഷനിൽ ഇയാൾ മദ്യപിച്ച് ബാറിന്റെ പരിസരത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഗുരുതര പരിക്കേറ്റ 19-കാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ജോസി ബാബു ചേരുന്നു. ജോസി, തെളിവെടുപ്പ് ഉൾപ്പെടെ എന്തൊക്കെ നടപടികളാണ് ഇനി കേസിലുള്ളത്? ധന്യ, വർക്കലയിൽ 19-കാരിക്ക് നേരെ അതിക്രൂരമായ അതിക്രമം നടത്തിയ പ്രതി സുരേഷ് കുമാർ കോട്ടയത്ത് നിന്നുമാണ് സംഭവ ദിവസം ട്രെയിനിൽ കയറിയത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ട്രെയിനിൽ കയറിയത്. ഈ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സുരേഷ് കുമാറിനെ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്ത് എത്തിക്കും. കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും അതോടൊപ്പം തന്നെ സുരേഷ് കുമാർ മദ്യപിച്ച അതിരമ്പുഴയിലെ ബാറിലെത്തിച്ചുമുള്ള തെളിവെടുപ്പും അന്നത്തെ അയാളുടെ സഞ്ചാരപാതയുമാണ് അന്വേഷണ സംഘം പുനരാവിഷ്കരിക്കുക. പ്രധാനമായും ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടു, എന്തൊക്കെ തരത്തിലാണ് ഇയാളുടെ സഞ്ചാരം നടന്നത്, അല്ലെങ്കിൽ ഇയാൾ ഈ സംഭവത്തിലേക്ക് ഇയാളെ പ്രേരിപ്പിച്ച മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. ഈ മാസം 1-ാം തീയതിയാണ് കേരള എക്സ്പ്രസിൽ വെച്ച് 19-കാരിക്ക് നേരെ ഇയാളുടെ ആക്രമണമുണ്ടായത്. ചവിട്ടി ട്രെയിനിൽ നിന്നും താഴേക്കിട്ട യുവതി ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയത്തേക്ക് എത്തിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ബാർ ഹോട്ടലിലടക്കമുള്ള തെളിവെടുപ്പിന് ചില നിയന്ത്രണങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ചെലവഴിച്ചതുമായ കാര്യങ്ങളൊക്കെയും പോലീസ് ആ സമയത്ത് എങ്ങനെയാണ് ഇയാൾ ഇടപെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല എന്നതാണ് പറയുന്നത്. ഒരു തൊഴിൽ സംബന്ധമായ കൂലി പണി ചെയ്യുന്ന സുരേഷ് കുമാർ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കാണ് അന്ന് കോട്ടയത്തെത്തിയത്. ഇവിടെ മറ്റാരെങ്കിലുമായൊക്കെ സൗഹൃദങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളെ നേരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മദ്യലഹരിയിലാണ് താൻ ആക്രമണം നടത്തിയതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പൂർണ്ണമായും ഇത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. മുമ്പും ഇയാളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ അന്ന് പെൺകുട്ടിക്ക് ആക്രമണം ഉണ്ടായ ദിവസം നടന്ന സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനായി ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി കോട്ടയത്ത് സുരേഷ് കുമാറിനെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.